Hello guys, welcome back to my YouTube channel. This is Aishu and yes, you're watching Super Cute Aishu. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ എന്നോട് സുഖം ചോദിക്കുന്നുണ്ടാവും ജേർണലിങ്ങിൻ്റെ വീഡിയോ എവിടെ, ഇൻ്റർവ്യൂ വിത്ത് മൈ ബെസ്റ്റിൻ്റെ പാർട്ട് 2 എവിടെയെന്നും. അതൊക്കെ കുറച്ച് മിനുക്ക് പണികളിലാണ്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഷോർട്സിൽ കണ്ട പോലെ തന്നെ ഞാൻ നിങ്ങളെപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽപ്പിക്കലാണ്. ആ സ്വഭാവം ഞാൻ ഷോർട്സിൽ ഇപ്പോൾ ചെയ്ത മാതിരിക്ക് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് റെഗുലർ വീഡിയോസൊക്കെ തന്നെ ഞാൻ ഇപ്പോൾ ഇട്ടുതരാൻ പോവുകയാണ്. അതിന് മുന്നേ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് ഇതേക്കും. നിങ്ങളിപ്പോൾ ഷോർട്സ് കണ്ട പോലെ ഞാൻ എൻ്റെ ഉമ്മാക്ക് 10 അമേസിങ് ഗിഫ്റ്റ്സ് ആണ് കൊടുക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് ഹാൻഡ് മെയ്ഡ്. അപ്പം ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, സാധാ വീഡിയോ ആയിരിക്കും, കുറച്ച് ഷോർട്ട് പിന്നെ കുറച്ച് ലോങ് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. 3 മിനിറ്റ്, എനിക്ക് മിനിമം 5 മിനിറ്റൊക്കെ മതി. ആ 2 മിനിറ്റ് ഞാൻ എക്സ്ട്രാ ആക്കാനാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. അതല്ല ഇന്ന് കുറച്ച് അതിലേറെ നമുക്ക് സംസാരിക്കാനുണ്ട് ഗൈസ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എവിടെ പോയി ഇവിടെ ഞാൻ ഗിഫ്റ്റ്സ് അതായത് ഞാൻ ഗിഫ്റ്റ്സ് ഫുള്ള് റാപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ലൂ ഒക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇതിലാണ് കേട്ടോ ഞാൻ ഇടുക ആ ഗിഫ്റ്റ്സ്. ഇത് എല്ലാം കൂടി 10 ഞാൻ ഉമ്മാക്ക് ഇങ്ങനെ കൊടുക്കില്ല, ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അതും നല്ല വരും. അപ്പോൾ ഇവിടെ ഞാൻ ഗിഫ്റ്റ്, ഒന്നാമത്തെ കാരണം ഇത് HMൻ്റെ കവറാണ്, നല്ല കവറാണ്, നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തെ കാരണം ഇത് ഉമ്മ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഉമ്മ ഇപ്പോൾ ഗൈസ് ഇതിലില്ലേ ഈ ഒരു ബാഗിൽ ഇത് ലൈക്ക് ഗിഫ്റ്റ്സ് ഇൻ പ്രോസസ്സാണ്. 5th ഗിഫ്റ്റ് പ്രോസസ്സിലാണ്. ഞാൻ അങ്ങനെ റാപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റ് ഇടാണ്ട് ഇങ്ങനെ മൂട്ടി സെക്യൂർ ആക്കിയിട്ട് വേണം ഇവിടെ ഒരു ഡബിൾ റാപ്പിങ് ചെയ്യാണ്ട് അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ പ്രോസസ്സിലാണ് ഗിഫ്റ്റ്. അപ്പോൾ ഇത് ഈ ബാഗിലിടും. 5th ഗിഫ്റ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് ഗിഫ്റ്റ് കാട്ടിത്തരാം. ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ്, പക്ഷെ ഞാൻ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോവുകയാണ്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് കാട്ടിത്തരാം. പിന്നെ ആ ട്വിസ്റ്റ് ഉണ്ടല്ലോ അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഷോർട്സിൽ അങ്ങനെ എനിക്ക് ടൈം എടുത്ത് പറയാൻ കിട്ടിയില്ല ഗൈസ്. നമുക്ക് ആദ്യത്തെ ഗിഫ്റ്റ് നമുക്കിത് എല്ലാ ഗിഫ്റ്റും കൂടി നമുക്ക് ഇവിടെ ഒന്ന് സെറ്റാക്കിയെടുക്കാം. ഓക്കെ, എല്ലാ ഗിഫ്റ്റും സെറ്റാക്കി. ഞാൻ ആകെ 4 ഗിഫ്റ്റ് ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുള്ളൂ. ലൈലത്തുൽ ഖദറൊക്കെ വരാനായി ഞാൻ അതുവരെ 4 ഗിഫ്റ്റ് ആക്കിയിട്ടുള്ളൂ. കാരണം കുറേ ഗിഫ്റ്റിൻ്റെ ഐഡിയാസ് തന്നെ എൻ്റെ തലയിൽ കിട്ടുന്നില്ല. എൻ്റെ കമൻറ്റ് ഞാൻ ഓൺ ആക്കാറുണ്ട്, പക്ഷേ അത് എപ്പോഴും ഈ വീഡിയോൻ്റെ ആയിട്ട് ഓണായി വരണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ അനോണിയം മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇടുന്നുണ്ട്. അതിൽ നിങ്ങൾ 5th ഗിഫ്റ്റിൻ്റെ ഐഡിയ എന്തായാലും പറഞ്ഞു തരണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഒന്ന് ഇതാണ് ഗൈസ്. ഞാൻ കുറേ ടേക്ക് എടുക്കുന്ന ഇതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഫസ്റ്റ് ഗിഫ്റ്റ് കാട്ടിത്തരാം. ഇത് കുറച്ചും കൂടി ഞാൻ ഒന്ന് എക്സാജുറേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കാട്ടിത്തരാം. ഇതാ ഗൈസ്, ഇതാണ് ബ്ലൈൻഡ് ബാഗ്. ബ്ലൈൻഡ് ബാഗിൽ മാക്ക് ഈ ബ്ലൈൻഡ് ബാഗിൽ മാത്രം ഈ പേപ്പറിൽ ഇങ്ങനെ സ്റ്റേപ്പിൾ ചെയ്ത് ഇങ്ങനെ ആക്കി ഗിഫ്റ്റ്സ് എന്തായാലും തുറക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് അങ്ങനത്തെ ഒരു സസ്പെൻസിൽ വേണ്ടല്ലോ. അപ്പം മാക്ക് ഇങ്ങനത്തെ ഒരു ബാഗാണ് ക്യൂട്ടായിട്ട് കൊടുക്കുക എന്നുള്ള എൻ്റെ ഒരു ഐഡിയയിലൊന്ന്. ഇവിടെ ചുയിങ് കണ്ടായിരുന്നു ഈ ബാഗ് ഞാൻ എടുത്തപ്പോൾ ഇവിടെ ഒരു ചുയിങ് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കൊണ്ട് നടിച്ചിട്ട് 2 ആർട്ട് വരച്ചെടുത്തു. പിന്നെന്താ ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നിങ്ങൾ ഓൾറെഡി ഷോർട്സിൽ കണ്ടതാണ്, പക്ഷെ ഞങ്ങൾക്കൊന്ന് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാജറേറ്റ് ചെയ്ത് ഞാൻ പറയുന്നു. കണ്ടോ, 3 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇതാണ് ഗൈസ് ട്വിസ്റ്റ്, ക്ലൂ. അത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആട്ടി തരാം. എന്നിട്ട് ഞാൻ ക്ലൂ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം. ഇതിൻ്റെ ഉള്ളിലുള്ളത് ചോക്ലേറ്റ് ആണെന്ന് ഞാൻ കണ്ടോ, ഓരോരോ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ മാർക്സിൻ്റെ ഐഡിയാസാണ് ഞാൻ അതിൽ നോട്ടു. എല്ലാതും ഒരേ മാതിരി ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ ഒരു നോർമൽ അടിച്ചെടുത്തല്ല, 3ലും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ മാർക്സാണ്. അതാണ് എൻ്റെ ഐഡിയ. അപ്പോൾ ഈ പച്ച ബോർഡർ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ 2 ചോക്ലേറ്റാണുള്ളത്. ചോക്ലേറ്റിൻ്റെ ബ്രാൻഡൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇത് നമ്മളിതാ ഗൈസ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഹിജാബ് ഇങ്ങനെ കുത്തല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള പിന്നെ ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാവില്ല, അതാണിത്. ഇതെനിക്ക് തുറന്ന് കാട്ടിത്തരാൻ കഴിയില്ല, കാരണം അത് ഞാൻ വീണ്ടും ഒട്ടിക്കേണ്ടിയിട്ട് പിന്നെ അങ്ങനത്തെ ഒരു പേപ്പർ കണ്ടിരിക്കാൻ തലവേദന. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങനെ ഒട്ടിക്കലോ. ഇതിൻ്റെ ഉള്ളിൽ ഹോപ്പ് യു ഗെറ്റ് വെൽ സൂൺ, കാരണം കുറച്ച് പനി അങ്ങനെയൊക്കെ കുറച്ച് കോൾഡ് അങ്ങനത്തെ കുറച്ച് ദിവസമുണ്ട്. അപ്പം ഞാൻ ഹോപ്പ് യു ഗെറ്റ് വെൽ സൂൺ, ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ട് ഞങ്ങളുടെ ചെറിയൊരു ലെറ്ററാണ് ഇത്. ഞാൻ ഞങ്ങൾക്ക് ക്ലൂ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതെന്താ ക്ലൂ എന്ന് ഞാൻ എന്തില്ല, ഇത് ഞാൻ ഉമ്മാക്ക് ഒളിപ്പിച്ചിട്ടല്ല, ഇത് ഞാൻ ഉമ്മാക്ക് ഡയറക്റ്റ്ലി കയ്യിൽ ഞാൻ കൊടുക്കും. ഇപ്പോഴല്ല, ചെറിയ പെരുന്നാളിന് ഇത് ഞാൻ ഉമ്മാക്ക് കയ്യിൽ കൊടുക്കും. അപ്പോൾ ഉമ്മ ഇതെന്താണെന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഇത് ഞാൻ പറയും ക്ലൂ ആണെന്ന്. എന്ന് വെച്ചാൽ ഈ പേപ്പറിൽ എഴുതിയിട്ടുള്ളത് നമ്മളെ സെക്കൻഡ് ഗിഫ്റ്റ് ഉണ്ടല്ലോ, ഹാൻഡ് മെയ്ഡ് ചെയ്തിട്ട്. ഇതിൽ എല്ലാം ഹാൻഡ് മെയ്ഡ് അല്ല, ചിലതൊക്കെ ഞാൻ പുറത്തുനിന്ന് ചെറിയ മിനി സ്റ്റെപ്സൊക്കെ ആയിട്ട് ഞാൻ വേർഡ്സ് ഇതാണ് കേട്ടോ.
ചിലത് എനിക്ക് ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടാണ്. അപ്പം ഇത് ഈ ക്ലൂവിൽ ഉണ്ടാവുന്നത് ഈ ഗെയിം എന്താണെന്ന് ഉമ്മാക്ക് ആദ്യം മനസ്സിലാക്കണമല്ലോ. അത് ഞാൻ ആദ്യം പറയില്ല. ഈ ഗിഫ്റ്റ് ഞാൻ കൈ കൊടുക്കുന്ന ഒക്കെ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. ഈ ഗെയിം എന്താണെന്ന് ഞാൻ അതിൽ എഴുതും. ഇത് ഞാൻ വീഡിയോ ഒന്നും എടുക്കൂല കേട്ടോ ഗൈസ്. ഞാൻ എന്താ ഗിഫ്റ്റ് തുറക്കുന്ന വീഡിയോ മാത്രമായിട്ട് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. ഉമ്മാക്ക് ക്യാമറേൻ്റെ മുന്നേ വരുന്ന കുറച്ചൊരു ഷൈ ഉള്ള കാര്യമാണ്. ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇതിലുള്ളിലുള്ളത് സെക്കൻഡ് ഗിഫ്റ്റ് എവിടെയാണെന്നും ഈ ഗെയിം എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഗെയിം എന്ന് പറയുന്നത് ഒരു ട്വിസ്റ്റിംഗ് ഉള്ളൊരു ഗെയിമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് ഗിഫ്റ്റ് മാത്രം എൻ്റെ ഉമ്മാക്ക് കയ്യിൽ അങ്ങനെ ഇട്ട് കൊടുക്കും. ഈ ക്ലൂവിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഗിഫ്റ്റ് ഉള്ള പ്ലേസ്, പിന്നെ അത് ഏറ്റവും ലാസ്റ്റായിട്ട് ഗെയിം എന്താണെന്ന് വെച്ചാൽ ഓരോ ഗിഫ്റ്റിലും ഓരോ ക്ലൂ വീതം ഉണ്ടാവും. ആ ക്ലൂ എന്താന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടി, സെക്കൻഡ് ഗിഫ്റ്റ് എവിടെയാന്നുള്ള ആ ക്ലൂ ആണ് ഇതിലുണ്ടാവുക. ഇതിൽ ഒരു ഹെൽപ്പിങ്ങും ഉണ്ടാവില്ല. പിന്നെ ക്വിറ്റിങ് എനിക്ക് കണ്ടുപിടിക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മൾ കണ്ടുപിടിച്ചേ ഉള്ളൂ. കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഗിഫ്റ്റ് ആയിരിക്കും ചിലപ്പം നല്ല ഗിഫ്റ്റ് ആയിരിക്കും ഉമ്മ ചിലപ്പോൾ ലൂസ് ചെയ്യുന്നത്. അത് ആ ലൂസാവുന്ന ഗിഫ്റ്റ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടാവും. അത് ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ ഉമ്മാക്ക് കാട്ടിക്കൊടുക്കും ഏതൊക്കെ ഗിഫ്റ്റാണ് ഉമ്മ ലൂസായിട്ടുള്ളതെന്ന്. ലൂസാവാത്ത വീതാണ് ഞാൻ ക്ലൂ ഇട്ടിട്ടുള്ളത്. എന്നാലും ഉമ്മാക്ക് മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ ആവും. അപ്പോൾ നമ്മൾക്ക് ഈ റോപ്പ് ഇങ്ങനെ വലിച്ചത് ക്ലോസ് ആവും, പിന്നെ ഇങ്ങനെ വലിച്ചത് തുറക്കും ചെയ്യും കേട്ടോ. നമ്മൾക്ക് ഇനി പേപ്പർ ഞാൻ സെക്കൻഡ് ഗിഫ്റ്റ് കാട്ടിത്തരാം. സെക്കൻഡ് ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ഇതിൽ ഞാൻ ക്ലൂ ഇടാൻ മറന്നുപോയതാണ്. അപ്പം ഇതാ ഗൈസ്, ക്ലൂ ഇതാ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കിൽ ഇതാണ്ടോ ക്ലൂ. ഫോർ ഗിഫ്റ്റ് നമ്പർ 3 ചെക്ക് ബിഹൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫോർ യു വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജേർണലിങ്ങിലൊക്കെ ഇടുന്ന ഒരു സൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അകത്തൊരു പോകുള്ളൂ കേട്ടോ. അതാണ് നമ്മളെ സെക്കൻഡ് ഗിഫ്റ്റ് വരുന്നത്. പിന്നെ തേർഡ് ഗിഫ്റ്റ് പറയുന്നത് ഒരു സ്ക്വിഷ് ബാഗാണ്. ഞാൻ ആദ്യം ഞങ്ങളോട് പറഞ്ഞു ബ്ലൈൻഡ് ബാഗിൻ്റെ